എന്തായി മോനെ കാര്യങ്ങള്? ഇപ്പൊ കോടതിയിലെ വിശേഷങ്ങളൊന്നും അല്ല ഞാൻ ചോദിക്കണേ. ഈ വീട്ടിനകത്ത് ചർച്ച അതല്ല. നിന്റെ ഭാവി വധുവിനെ കുറിച്ചാ ഏതു നേരവും സംസാരം. 2 ദിവസത്തിനകം കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരും മുത്തശ്ശ. അങ്ങനെ ഒരു വേഗത വരട്ടെ. അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കാം. മുത്തശ്ശ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നേ തന്റേടിയായ ഒരു പെൺകുട്ടിയാണെങ്കിൽ മുത്തശ്ശൻ കൂടെ നിൽക്കോ? എടാ, ഞാൻ കൂടെ നിൽക്കാമെന്ന് നേരത്തെ പറഞ്ഞില്ലേ? അതിവിടെ ഒരു വിഷയമല്ല. നിന്റെ അമ്മയുടെ മുഖം എന്താ നീ ഓർക്കാത്തത്? മുത്തശ്ശ, ഈ ഒരു കാര്യത്തിൽ ഞാനും അമ്മയും അച്ഛനും ഒക്കെ തമ്മിൽ ഭയങ്കര ഉടക്കുണ്ടാവും. ആ സമയത്ത് മുത്തശ്ശൻ എന്റെ കൂടെ നിൽക്കണം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തന്റേടിയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ എനിക്ക് വേണ്ടി ഇപ്പോ കണ്ടെത്തിയിരിക്കുന്നത്. 4-5 തടിമാടന്മാര് വന്നാലും അവക്ക് പുല്ല. അവൾ അവരെ തല്ലി നിലം പരിശാക്കും. അപ്പൊ കരാട്ടെ സ്കൂൾ നടത്തുന്ന ഒരു പെൺകുട്ടിയാണോ നീ കണ്ടുവച്ചിരിക്കുന്നത്? ആ, കരാട്ടയും കളരിയൊക്കെ അറിയാവുന്ന കൂട്ടത്തില. എടാ, വീട്ടിനകത്ത് വിപ്ലവം ഉണ്ടാക്കാനാണോ നീ പെണ്ണ് കെട്ടാൻ പോണത്? എന്റെ മുത്തശ്ശ, ആ പെൺകുട്ടിയോട് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് അവൾ ഇഷ്ടമാണെന്ന്. എന്നാ പിന്നെ നീ പറയാതിരിക്കുന്നതാ നല്ലത്. അത് പറ്റില്ല. ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിൽ അവളെ കഴിക്കും, അല്ലെങ്കിൽ എനിക്കൊരു ഭാര്യ വേണ്ട. ഇതിപ്പോ ആകെ കുഴഞ്ഞു വരുന്ന പ്രശ്നമാണല്ലോ. കോടതിയിലെ ഏത് കുഴപ്പം പിടിച്ച കേസും നമുക്ക് എങ്ങനെയെങ്കിലും അനുകൂലമാക്കാം. പക്ഷേ കുടുംബം ഒരു കോടതിയായി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോ നല്ലൊരു വക്കീലിനും വിധി പറയുന്ന ജഡ്ജിക്കും അനുകൂലമായൊരു തീരുമാനമെടുക്കാൻ പറ്റിയില്ലെന്ന് വരും. ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയില്ലെന്നും വരും. സോൾവ് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട. പെൺകുട്ടികൾക്ക് തന്റെ ഇടം വേണ്ടാന്ന് ഈ കാലഘട്ടത്തിലും പറയുന്ന ആദ്യത്തെ വീടായത്. അല്ലെങ്കിൽ തന്നെ തന്റെ ഇടം ഇല്ലാത്ത എത്ര പെൺകുട്ടികളുണ്ട് ഈ കാലത്ത്. ഏതായാലും നീ ആ പെൺകുട്ടിയുടെ സമ്മതം വാങ്ങിച്ചിട്ട് വാ. അത് കഴിഞ്ഞ് ഞാൻ അവനെ വരുത്താം, നിന്റെ അച്ഛനെ. അവന്റെ മനസ്സൊന്ന് മാറ്റിയെടുത്തിട്ട് നിന്റെ അമ്മയിലേക്ക് കിടക്കാം. അല്ലെങ്കിൽ അവള് 2 ആളെ എടുത്തിട്ട് വറക്കും. അത് മറക്കണ്ട. ഇനിയിപ്പോ ഇവനോട് പറയാ. നവീനെ, എന്താണ്? അല്ല 2 ദിവസം സാവകാശം തരാൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ നീ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു ചോദിച്ചാലോ? അല്ല, നീ പിന്നെ അവളെ കണ്ടായിരുന്നു? കണ്ടിരുന്നു. അവളുടെ സ്വഭാവം നിനക്കറിയാലോ. കല്യാണത്തോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാ. അപ്പൊ പിന്നെ പെട്ടെന്ന് ഇടിച്ചു കയറി പറഞ്ഞാ ചിലപ്പോ നമ്മുടെ വില പോകത്തില്ലടാ. നീ അനുനയത്തിൽ പറഞ്ഞാ മതി. എടാ, അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. ഞാൻ ഇത്തരത്തിലുള്ള സംസാരമൊന്നും അവളോട് സംസാരിച്ചിട്ടില്ല. എന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു നീക്കം ഒരുപക്ഷെ അവൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അവൾക്ക് എല്ലാ ആളുകളും ഫ്രണ്ട്സാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോ സത്യം പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവും. എടാ, രണ്ടും കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നതില് അർത്ഥമില്ലല്ലോടാ. നീ സമയം സന്ദർഭം നോക്കി ഇതങ്ങ് ചോദിക്കും. ശരിയടാ. നിനക്ക് ബുദ്ധിമുട്ടായോ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? നീ എന്നെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചല്ലേ. അതിന് പകരമായിട്ടല്ല ഞാനിതൊന്നും ചോദിക്കുന്നത്. നീ അങ്ങനെ ധരിക്കരുത് കേട്ടോ. ഇല്ലടാ, ഒരിക്കലും ഇല്ല. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റു വഴി നോക്കിക്കോളാം. ഏയ്, ഒരിക്കലും വേണ്ട. എടാ, ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. ഓക്കെ. ഇനി ഞാൻ കൈയൊഴിഞ്ഞ അവൻ നേരിട്ട് പോയി ചോദിച്ചാലോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് ചോദിപ്പിച്ചാലോ? അത് വേണ്ട. 2 ആഴ്ച ആദർശമായിട്ട് മാറി നിൽക്കുന്നത്. പക്ഷെ ആ 2 ആഴ്ച തള്ളി നീക്കാൻ വലിയ പാടാ. അതെനിക്ക് 1 വർഷമായിട്ടൊക്കെ ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്റെ കാര്യം അങ്ങനെ തന്നെയാ. നമ്മൾ തമ്മിലെ ശത്രുക്കളായിട്ട് ഇരുന്നാ മതിയായിരുന്നു. എങ്കിൽ ഇങ്ങനെ വേർപിരിയുമ്പോ ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. അതിനെ ഇനിയും ചാൻസ് ഉണ്ട്. എന്തെങ്കിലും കാരണം ഉണ്ടാക്കിയിട്ട് നീ വഴക്കിട്ട് പിരിഞ്ഞു. അങ്ങനെ പിരിയണം എന്നുണ്ട്. പക്ഷേ എനിക്ക് ഇനി അങ്ങനെയൊന്നും സാധിക്കില്ല. എന്റെയും കാര്യം അങ്ങനെ തന്നെയാ. ഇനിയിപ്പോ നമ്മളെ പിരിഞ്ഞാലും നമ്മളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി അമ്മ ഉൾപ്പെടെ ഒരുപാട് പേരുണ്ട്. അന്ന് നമ്മൾ തമ്മിൽ ശത്രുതയിലായിരുന്ന സമയത്ത് അമ്മയ്ക്ക് എന്നെക്കാളും ദേഷ്യമായിരുന്നു നിന്നോട്. പക്ഷെ ഇപ്പൊ അതല്ല അവസ്ഥ. ഇപ്പൊ എന്നെക്കാളും അമ്മ സ്നേഹിക്കുന്നത് നിന്നെയാ. അതെ, നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാ ഇത്രയും ദിവസമൊക്കെ പിരിഞ്ഞിരിക്കാൻ പോകുന്നത്. അല്ല ആദർശേട്ടാ? അതെ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പിരിഞ്ഞിരിക്കുന്നൊക്കെ നല്ലത്. അപ്പോ സ്നേഹത്തിന്റെ അളവ് കൂടത്തല്ലേ ഉള്ളൂ. അവിടേക്ക് പോകുന്നത് അവിടെയുള്ള ബിസിനസ് ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാ. പിന്നെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനും. ദേ, ആ നേരത്തെ നിരാശയോടെ എന്നെ ഓർത്തിരിക്കരുത് കേട്ടോ. വർക്കിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ കാര്യം നിനക്കറിയാലോ. അവിടെ പിന്നെ ഞാനൊന്നും ഓർക്കില്ല. ജോലിയിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അപ്പൊ എന്നെ ഓർക്കത്തില്ല അല്ലേ? അതിന് നിന്നെ മറന്നിട്ട് വേണ്ടേ? ഇഷ്ടമല്ലെങ്കിൽ പോലും അനന്തപുരിയിലെ സിംഹം കീഴടങ്ങി കഴിഞ്ഞു. എന്റെ ഇഷ്ടത്തിന് ജീവിച്ചോളാം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഒരു തടസ്സവും. നീ പോയിക്കോ. അല്ലെങ്കിൽ തന്നെ പെൺകുട്ടികൾ വീടിനകത്ത് ഒടിപിടിച്ചിരിക്കുന്നതിനോട് എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. നീ പരസ്യത്തിലും സിനിമയിലും ഒക്കെ അഭിനയിച്ച് നിന്റെ പേരിൽ ഈ വീട്ടിലുള്ളവർ അറിയപ്പെടുന്ന ഒരു സമയം വരണം. അവയുടെ ഭർത്താവിന്റെ മുത്തച്ഛന അനന്തമൂർത്തി എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടാവണം. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, നിനക്ക് ഇൻസ്പിറേഷൻ തരുന്നത് ഞാനാണെന്ന് ഇവിടെ ആരും അറിയാൻ പാടില്ല. ശരിക്കും നീ ആരെയും ഭയക്കുന്നത്? നിന്നെയല്ലേ ജയിലിൽ കിടത്തിയത്, നിന്റെ ജോലിയല്ലേ ഇല്ലാണ്ടാക്കിയത്. അങ്ങനെയുള്ളപ്പോ നീയല്ലേ എന്നെക്കാൾ ആവേശത്തോടെ ഈ കാര്യത്തിൽ സംസാരിക്കേണ്ടത്. പലയിടത്തും നീ ചൂളിയാ നിൽക്കുന്നത്. അമ്പേ, എന്തൊക്കെ പറഞ്ഞാലും നീ ഈ കുടുംബത്തിലെ മരുമോളാണ്. അതുകൊണ്ട് നിന്നെ ഒരു കാരണവശാലും ഇവിടുന്ന് പുറത്താക്കില്ല. എന്നാ അതുപോലെയല്ല എന്റെ അമ്മയുടെയും കാര്യം. ഞങ്ങളെ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടുന്ന് പുറത്താക്കാം. അതുകൊണ്ട് എനിക്ക് അനുനയത്തിൽ നിന്നേ മതിയാവും നബിയെ. എടാ, ഈ മേഖലയിലെ നല്ല രീതിക്ക് സമ്പാദിക്കുന്നൊക്കെ എനിക്ക് മനസ്സിലായി. ചോദിക്കുന്ന എന്തും തരാനൊക്കെ ആൾക്കാരുണ്ട്. പിന്നെ ലൊക്കേഷന് ചെല്ലുമ്പോ എനിക്ക് വൻ സ്വീകരണ. ഞാൻ അനന്തപുരി തറവാട്ടിലെ മരുമോളാണെന്നുള്ള പരിഗണന എനിക്ക് എല്ലായിടത്തും ഉണ്ട്. നമ്മളെ അതൊക്കെ പ്രയോജനപ്പെടുത്തണം. എന്നിട്ട് നമ്മൾ വളരണം. ഇപ്പൊ നിന്നെ ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കാത്ത ആണല്ലോ നിന്റെ ഏറ്റവും വലിയ സങ്കടം. ചിലപ്പോ ചെറുതായിട്ടാണെങ്കിലും ഒരു ജ്വല്ലറി തുടങ്ങാനുള്ള പൈസ എന്റെ ഈ തൊഴിലുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ? അങ്ങനെയാണെങ്കിൽ അതൊരു മധുര പ്രതികാരമാണ് നബി. ഈ വീട്ടിലുള്ളവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാ. പക്ഷെ അപ്പോഴും നീ ഒരു കാര്യം ആലോചിക്കണം. ഇനി നിന്റെ അനിയത്തി ഉൾപ്പെടെയുള്ളവര് നമ്മളെ തമ്മിൽ തെറ്റിക്കാനായിരിക്കും നോക്കുന്നത്. അതിനുവേണ്ടി എന്ത് കള്ളക്കഥ മെനയാനും അവർ തയ്യാറാവും. ആ സമയത്ത് നീ അവർക്കൊപ്പം നിൽക്കാതിരുന്നാ മതി. നീ അത്ര എന്നെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളോ? എന്റെ
എന്റെ ജീവിതത്തിലെ എനിക്കിനി അച്ഛനും അമ്മയും അനിയത്തിമാരും ഒന്നുമില്ല. നീയും നമ്മുടെ കുഞ്ഞും പിന്നെ നിന്റെ അമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ തന്നെ ചിന്തിച്ച ഞാൻ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നേ. നിന്റെ ശക്തിയെ ഞാൻ കൂടെ തന്നെ കാണും. അതോടൊപ്പം എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം. തൽക്കാലം വേണ്ട. എനിക്ക് തിരക്ക് കൂടുമ്പോ നീ എനിക്ക് കൂട്ടായിട്ട് വന്നാ മതി. അതൊരു നാണം കെട്ട ഏർപ്പാടല്ലേ നവ്യെ? ഒരു നാണക്കേടും ഇല്ല. നമ്മുടെ കുഞ്ഞിനെ നിന്റെ അമ്മ നോക്കിക്കോളൂ. ഇതൊരു ഗ്ലാമർ ഫീൽഡാ. എല്ലാവരും നല്ലവരാവണമെന്നില്ല അവിടെ. എനിക്ക് എന്റെ ഭർത്താവിന്റെ സപ്പോർട്ട് ഭയങ്കര അത്യാവശ്യമാണ്. ശരിയടി, ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഇവിടെ ഉള്ളവരെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞാലും നീ അത് കാര്യമാക്കരുത്. ഗതികേട് കൊണ്ടാ ഞാൻ ഈ വീട്ടിലെ പുറമ്പോക്കായ ഒരു അമ്മയുടെ മകനായിപ്പോയി. നീ ഒരു പാവാടാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ആയിപ്പോയെ. നീ എല്ലാം നോക്കി വെച്ചാണല്ലോ. ആ. പിന്നെ എന്താ ഈ പരിശോധിക്കുന്നത്? അതെ, ടിക്കറ്റ് ഒക്കെ എടുത്തു വെച്ചാ ആദർശേട്ടാ. ഇനി വേറെ എന്തെടുത്ത് വെച്ചില്ലെങ്കിലും അതൊക്കെ ഞാനൊരു 4 തവണ നോക്കാറുണ്ട്. യാത്രയ്ക്ക് മറ്റൊന്നും തടസ്സമല്ല. എന്നാലേ ടിക്കറ്റ് എടുത്തില്ലെങ്കിൽ ആ യാത്ര മുടങ്ങിയെന്ന് കരുതിയാൽ മതി. ഇപ്പൊ പിന്നെ കുഴപ്പമൊന്നുമില്ല. അവിടെ ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം റെഡി ആയിക്കോളും. മുമ്പൊക്കെ അതില്ലായിരുന്നല്ലോ. അതെ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. എന്താ ഫ്ലൈറ്റിന് അപകടമൊന്നും വരരുതെന്നാണോ? എന്തിനാ ആദർശേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ആർക്കും വിഷമങ്ങളൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ഞാൻ പറഞ്ഞത് നടക്കാൻ പോകുന്നില്ല. പോകുന്ന സമയത്ത് തന്നെ ഇതൊക്കെ പറയണം കേട്ടോ. ഞാൻ പറഞ്ഞതുകൊണ്ടേ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി കൂടുതലല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആദർശേട്ടൻ പോകുന്നതില് എന്നെക്കാളും വിഷമുള്ള ഒരാളുണ്ട്. അമ്മയല്ലേ? അമ്മയ്ക്ക് ഞാൻ ഒരു ദിവസം മാറി നിന്നാലും കുറച്ച് വിഷമൊക്കെയാ. പക്ഷേ ഇത്തവണ അത്രത്തോളം ഉണ്ടാവത്തില്ല. നീ അടുത്തുള്ളതുകൊണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നതിനിടയിൽ എന്നെ കുറിച്ച് ഏത് നേരം ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ആദർശേട്ടന്റെ തെറ്റായിട്ടുള്ള ധാരണയാ. ഇനി ആരൊക്കെ അരികിലുണ്ടെന്ന് പറഞ്ഞാലും മക്കൾ അരികിലുണ്ടെങ്കിൽ അമ്മമാർക്ക് അത് നല്ല വിഷമായിരിക്കും. ദേ, എല്ലാം ഒന്നുകൂടി ചെക്കണേ. മോൾക്ക് നല്ല വിഷമമുണ്ടല്ലേ? പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മ. പിന്നെ വിഷമിച്ചിട്ട് എന്താ കാര്യം? കുറെ നാളായി വേർതിരിഞ്ഞ് നിന്നിട്ട് അതിന്റെ ഒരു വിഷമമുണ്ട് എനിക്ക്. പുറമേ കാണിക്കുന്നില്ലെങ്കിലും എന്നെക്കാളും വേദനിച്ച ആദർശേട്ടൻ പോന്ന്. വിഷമായ മോളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോവാന്ന്. അപ്പൊ എല്ലാരും കൂടി എന്നെ ആവശ്യമാക്കി. അവിടെ ചെന്ന് കഴിഞ്ഞാ നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിൽ തിരക്കുണ്ടെന്നാ ആദർശേട്ടൻ പറഞ്ഞത്. ആ സമയത്ത് മുത്തശ്ശൻ അങ്ങോട്ട് പോവാതിരിക്കുന്നതാ നല്ലത്. അവൻ പോകാനായിട്ട് റെഡിയാവുമല്ലേ മോളെ? മോൾ അങ്ങോട്ടേ ഇല്ല. ശരി മുത്തശ്ശി. കുറെ നാളായില്ലേ ആദർശ് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട്? ഇപ്പൊ ആദർശം മാത്രമല്ലല്ലോ, നയനെ മാറി നിന്നാലും നിനക്ക് പ്രശ്നമല്ലോ ദേവേനി. അതങ്ങനെ അച്ഛാ. സ്നേഹിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അടുത്തുണ്ടായിട്ട് അവരകന്നു പോകുന്നത് വലിയൊരു വേദന തന്നെയാ. ഒരുത്തൻ 10-14 ദിവസം ജയിലിൽ കിടന്നല്ലോ. അന്ന് നമ്മൾ ആരും അവനിവിടെ ഇല്ലെന്ന് പോലും ഓർത്തില്ലെന്ന് മാത്രമല്ല അത് വലിയ ആശ്വാസമായിരുന്നു. അത് നമുക്ക് ജലജയ്ക്കും അവളുടെ മരുമോൾക്കും അങ്ങനെയൊന്നും അല്ലായിരുന്നു. അവന്റെ പേരിലല്ലേ മേ ഇവിടെ രണ്ടടുപ്പായത് തന്നെ. അതൊന്നും കാര്യമാക്കണ്ട ദേവ്യാനി. അവരുടെ അഹങ്കാരത്തിന് ഒരിക്കൽ നമ്മൾ വകവെച്ചു കൊടുക്കാൻ പാടില്ല. നന്നാവാനാണെങ്കിൽ ജലജയ്ക്കും അഭിക്കും നന്നാവാനുള്ള സമയമുണ്ടായിരുന്നു. ഇനി രക്ഷയൊന്നുമില്ല. അവരെ നമുക്കിടയിൽ ആയിപ്പോയത് കൊണ്ടാ അവരുണ്ടാക്കുന്ന ആപത്തുകളെ മുൻകൂട്ടി കണ്ട് അതിനെ നമ്മൾ തടയുകയാണ് വേണ്ടത്. എന്റെ സ്വഭാവം അനുസരിച്ച് അഭിയെ പോലും ഒരുത്തൻ ഒരു നിമിഷം പോലും ഈ വീട്ടിനകത്ത് താമസിക്കാൻ പാടില്ല. പക്ഷേ നൈനമോളുടെ ചേച്ചി അവന്റെ ഭാര്യ ആയതുകൊണ്ടാ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയത്. അതിനെന്താ? അവനൊപ്പം ഇപ്പൊ നവ്യയും വേദനകൾ ഒരുപാട് തരുന്നുണ്ടല്ലോ. വീട്ടിനകത്തുള്ളവര് തന്നെയാ ഇപ്പൊ ജ്വല്ലറിയെ തകർക്കാൻ ശ്രമിക്കുന്നത്. അതങ്ങനെയൊന്നും തകരില്ല ദേവ്യാനി. കാരണം മൂർത്തി ജ്വല്ലറിയുടെ തലപ്പത്തിരിക്കുന്നത് നിന്റെ മോന. അവനറിയാം കമ്പനിയും കുടുംബവും നന്നായി കൊണ്ടുപോകാൻ. പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞോ? എന്തിനെങ്ങനെ വിഷമിക്കുന്നത്? അപ്പൊ ആദർശേട്ടന് വിഷമമൊന്നുമില്ലേ? ശരീരമൊക്കെ ശ്രദ്ധിക്കണം മോളെ. ആരോഗ്യത്തിന്റെ കാര്യത്തില് ഒരു കോംപ്രമൈസും ചെയ്യരുത്. ഇവിടെ നിന്നെ നോക്കാനായിട്ട് ആൾക്കാർ തമ്മിൽ മത്സരം. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. മുത്തശ്ശിയും അമ്മയും പറയുന്ന കഥയെപ്പടി അനുസരിക്കണം കേട്ടോ. എന്താന്നറിയില്ല, മൊത്തത്തിലൊരു പേടി പോലെ. അന്ന് അമ്മയ്ക്ക് എന്തോ ആപത്തുണ്ടായെന്ന് സ്വപ്നം കണ്ട പോലെ രാത്രിയിലെ ഓരോ സ്വപ്നം കണ്ടിട്ട് ചാടി എഴുന്നേൽക്കരുത് കേട്ടോ. അങ്ങനെ എഴുന്നേൽക്കുന്നത് കുഞ്ഞിന് ദോഷം ചെയ്യും. മോളെ, സ്കൂളിൽ നിന്ന് വരുമ്പോ പറഞ്ഞേക്ക് ഞാൻ പോയെന്ന്. ശരി, എന്നാ വാ പോവാം. കുറെ നാളുകൾക്ക് ശേഷം ആദർശ് ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പോവാല്ലേ? അതെ, ഇതിനു മുമ്പ് ഇടയ്ക്കിടയ്ക്ക് അവൻ ഗൾഫിലൊക്കെ പോവായിരുന്നു. പക്ഷേ നയനമോട് വന്ന ശേഷം അതിനോട് വലിയ താല്പര്യമില്ലാതായി. അന്ന് പോയാലും 1-2 ദിവസം നിന്നിട്ട് ഇങ്ങ് വരുമായിരുന്നല്ലോ ചേട്ടാ. ഇത്തവണ നയനമോള് പ്രഗ്നന്റ് ആയതുകൊണ്ട് അവന് പോകാൻ മനസ്സില്ല. പിന്നെ പോകാതിരിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാ അവൻ പോകുന്നത് തന്നെ. അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ രൂക്ഷമാണ് മോനെ. പോകുന്ന സ്ഥിതിക്ക് ഇനി എല്ലാം ശരിയാക്കിയിട്ടേ വരാവൂ. അത്രേ ഉള്ളൂ മുത്തശ്ശ. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിക്കണം. നിനക്കറിയാലോ, ഗോവിന്ദക്ഷണായി ആയിരുന്നു കുറച്ചുനാൾ മുന്നേ വരെ ഗൾഫിലെ നമ്മുടെ കമ്പനി നോക്കി നടത്തിയിരുന്നത്. അയാള് വിരമിച്ചതോടുകൂടിയാണ് അവിടെ ഒരു നാദനില്ലാ കളരിയായി മാറിയത്. പുതിയതായിട്ട് വന്നവർക്കൊന്നും ഒരു ആത്മാർത്ഥതയുമില്ല. പിന്നെ അവിടെ നമുക്ക് എതിരാളിയായിട്ട് ഒരു ജ്വല്ലറി ഉയർന്നു വന്നിട്ടുണ്ട്. അവരാണിപ്പോ നാട്ടിൽ AN ജ്വല്ലറി എന്ന പേരിൽ തുടങ്ങിയിരിക്കുന്നത്. എന്താണോ എന്തോ നമ്മളെയാണ് പ്രധാന ശത്രുവായി അവരെടുത്തിരിക്കുന്നത്. നമ്മളാണല്ലോ ഇവിടുത്തെ ലീഡിംഗ് ജ്വല്ലറി. അതുകൊണ്ട് നമ്മളുമായിട്ട് മത്സരിച്ചാൽ മാത്രമേ അല്പമെങ്കിലും വളർച്ച ഉണ്ടാവൂന്ന് അവർക്കറിയാം. ഇവിടെ എന്തായാലും അവർ നമ്മൾ ഓവർടേക്കാൻ പോകുന്നില്ല. പക്ഷേ ഗൾഫിൽ അവരിപ്പോ ഒരുപടി മുന്നിലാണെന്ന് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഞാനൊന്ന് പോയി സ്ഥിതിഗതികളൊക്കെ ഒന്ന് പഠിക്കട്ടെ മുത്തശ്ശ. ഞാൻ എന്തായാലും മുത്തശ്ശനൊന്ന് വിളിച്ചോളാം. മോക്ക് വിഷമായോ? ഇതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാ. ദേ ഈ നിൽക്കുന്ന ഇവന്റെ മുത്തശ്ശനെ എന്റെ വിവാഹശേഷം ഞാൻ ശരിക്ക് കണ്ടിട്ട് പോലുമില്ല. വർഷത്തിൽ ഇത്ര ദിവസം കണ്ടെന്ന് എന്നെ തിട്ടപ്പെടുത്താൻ പറ്റുമായിരുന്നു. അത്രേ കാണലുണ്ടായിരുന്നുള്ളൂ. എങ്കിലും തനിക്കൊരു ആവശ്യം വരുമ്പോ ഞാൻ ആ നിമിഷം ഓടി എത്തുമായിരുന്നു. അതൊക്കെ ശരിയാ. എന്നാ ഞാൻ പോയിട്ട് വരാം മുത്തശ്ശ. ആയിക്കോട്ടെ മോനെ. ശരി മുത്തശ്ശ. അനി, കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഇനി നിന്റെ കയ്യിലെ കുറച്ച് ദിവസത്തേക്ക് അത് ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്റെ ഭാരം കുറച്ച് ഒഴിഞ്ഞേനെ. പിന്നെ കമ്പനിക്ക് 2 MD ഉണ്ടാവും. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. കമ്പനിക്ക് ഒരു MD മതി. മുത്തശ്ശ, ഞാൻ ഏട്ടനെ കൊണ്ടുവിട്ടിട്ട് വരാൻ. ശരി.